അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പൂവണിഞ്ഞ സ്വപ്നം എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 26-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ സുലൈഖ റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. 7 റൂമുകളും പൂട്ടുകൊണ്ട് പൂട്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉടനെ സുലൈഖാൻ്റെ പിടുത്തത്തിന്ന് ഉള്ളമില്ലിലങ്കരെ ഭയം കടന്ന് പടിവർ കുതിച്ചോടി കമീസ് ബിംബ പാറിയുടൻ ചാടി പിടിത്ത് അമ്പാൽ. യൂസുഫ് നബി അവിടുന്ന് കൊതറി ഓടുക ചെയ്യണത്. നമ്മളാണെങ്കിൽ അവിടെ കടന്നു നോക്കും. ചുരുക്കി പറഞ്ഞ കഠിന മതം കൊണ്ട് പിടിബലിയായി കരുണർ കമീസ് കിരീട പൊളിയായി. അങ്ങനെ പിടിയും വലി യൂസുഫ് സുലൈഖനെ തള്ളി മാറ്റി കൊതറിയതാ പോവുകയാണ്. പക്ഷെ എന്താണ്? വാതിൽ പൂട്ടപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ചാവി കൊണ്ട് അത് തുറക്കുകയാണ്. അങ്ങനെ യൂസുഫ് അതാ ചാടിപ്പുറത്തേക്ക് 1-ാമത്തെ പൂട്ട് തുറന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വല്ലഖത്തിൽ അബ്വാബ്, പൂട്ടപ്പെട്ട കവാടങ്ങളൊക്കെ ബിസ്മിയാണ് ഇട്ടുകൊടുത്തിട്ട് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അതൊക്കെ തുറന്ന് പുറത്തിയാടി. അങ്ങനെ അവസാനത്തെ 6-ാമത്തെ വാതിലും തുറന്നു. ഇനി 7-ാമത്തെ ഒരു വാതിൽ തുറക്കാണ്ട് പുറത്തേക്ക് പോരുകയാണ് യൂസുഫ് നബി. പിന്നാലെ ആരുണ്ട്? നമ്മളെ പ്രിയപ്പെട്ട തോഴിയായ സുലൈഖയുമുണ്ട്. അങ്ങനെ കൊടിയേ ഇഷ്കോടെ നിലക്കൊമ്പതിൽ കോമാൻ അസീസത്തി തുറന്ന് വാതിൽ വാതിൽ തുറന്നപ്പോൾ മാനം ഞെടുങ്ങി വദനം തൊടുത്ത് കണ്ണുകൾ കലങ്ങി. 7-ാമത്തെ കവാടം യൂസുഫ് നബി അലൈഹിസ്സലാം ബിസ്മി കൊണ്ട് തുറന്നിട്ട് പൂട്ടായി. വല്ലക്കത്തിൽ അബ്വാബ്, ശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, പൂട്ടപ്പെട്ടിരിക്കുകയാണ് സുലൈഖ. അതൊക്കെ ബിസ്മി കൊണ്ട് തുറന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പുറത്ത് വന്ന് 7-ാമത്തെ വാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ കോമോൻ അസീസ് എത്തി തുറന്ന് വാതിൽ. സുബ്ഹാനല്ലാഹ്, അസീസ് രാജാവ് തൻ്റെ വിസിറ്റൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തേക്ക് തിരിച്ചു വന്ന് മുമ്പിലാണ് പെട്ടത്. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ മനം ഞെടുങ്ങി വദനം തൊടുത്ത് കണ്ണുകൾ കലങ്ങി. സുലൈഖ ആകെ സ്വീപ്പായി. കാരണം എന്താ? മുമ്പിൽ നിൽക്കണ ആരാ? ഒറിജിനൽ അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവായ അസീസ് രാജാവ്. അങ്ങനെ ആകെ പ്രശ്നമായി. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കല്ല എന്ന് വിചാരിക്കരുതേ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ കാരണം യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഉള്ളതാണ് ആര്? സുലൈഖ. സുലൈഖാനെ ഇതുവരെ അസീസിന് കിട്ടിയിട്ടില്ല. സുലൈഖാൻ്റെ വേഷം ധരിച്ചൊരു ജിന്ന് അസീസിനെ സമീപിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ശരിയായ രൂപത്തിൽ അദ്ദേഹത്തിന് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവ് എന്ന്. നിങ്ങൾ കൊണ്ടാൻ വേണ്ടി ഉണ്ടാക്കണ്ട. അങ്ങനെ പതിമുടിക്കെട്ടും അഴിച്ചുകൊണ്ട് മാറും തുറന്നവള് നിലക്കുന്നുണ്ട്. മുടിക്കെട്ടൊക്കെ കഴിച്ചിട്ട് മുപ്പത്തിയേരിങ്ങനെ ഇങ്ങനെ നിൽക്കണ രംഗാണ് അസീസ് രാജാവ് കൊട്ടാരത്തേക്ക് കയറി വന്നപ്പോൾ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഈ സമയം രാജാവ് ചോദിക്കുകയാണ്, അസീസ് രാജാവ് വേഷം കനിന്ത് ഓൻ സുലൈഖയോട്, പെണ്ണെ ഇത് എന്തോരതുർപ്പം ചോട്, ആശ മുറിഞ്ഞവള് മഹാരാജരേ അരിമക്കനിയായ മണിമാരേ. പെട്ടെന്ന് തന്നെ വാക്കുമാറ്റാൻ പെണ്ണുങ്ങൾക്കറിയാലോ. ഉടനെ തന്നെ മാരനെ യൂസുഫ് നബിനെ അല്ല യാക്കൂബ് അസീസ് രാജാവിനെ സോപ്പിട്ടിട്ട് 37 പറയാം. മരുങ്ങും വിരിപ്പിൽ ഞാൻ ഉറങ്ങിയിരുന്നു, മതമാൽ തുടമ്മൽ വന്നിവന്നിരുന്ന് കരമ്യൻ നെഹ്ദിൽ ബത്തിസാറും നീക്കി കാമാഹലം തീർപ്പാന്തരങ്ങൾ നോക്കി ഭ്രമിച്ചണീച്ചുള്ള് പതറിക്കൊണ്ടും വിമതൻ്റെ മതച്ചടികൾ കൊണ്ടും മതച്ചതികൾ കൊണ്ടും പരിതാപമിൽ മുങ്ങി അനാ നിൽക്കുന്നേ മാനം കെടുത്തി ഉരാമ് എന്നേ. ഒരൊറ്റ പ്ലേറ്റ് മറിച്ചിട്ടില്ല സുലൈഖ.
ഈ അടിമ ഞാൻ അവിടെ റൂമിൽ ഇങ്ങനെ കടന്നുറങ്ങിയിരുന്നു. അപ്പം എന്നെ വന്നിട്ട് എന്നെ പിടിച്ചാൽ നോക്കി, അങ്ങനെ നോക്കി, ഇങ്ങനെ നോക്കി എന്നൊക്കെ ഇപ്പോൾ സുലൈഖ പറയുന്നത് അസീസ് രാജാവിനോട്. അങ്ങനെ ഞാൻ അവിടുന്ന് കയറി ഓടിയതാണ് യൂസുഫിൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കോലത്തിൽ ഇവിടെ നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ സുലൈഖ പറഞ്ഞത്. ഏതായാലും അസീസ് രാജാവ് എന്താണ് ചെയ്തത് എന്നറിയണ്ടേ. എന്നും താവൽ കോപിത്ത് ഉങ്കള പെണ്ണെ പൂണരുവാൻ ഭാവിച്ചേ ഇന്നിലക്കിയോനെ ജയിൽ വേദി കാഞ്ഞാൽ നിത്യം പുന്നുവാലെന്നും വാദിച്ചേ മന്നനുടൻ നബി യാരിൽ കോപിത്തിട്ട് ഉന്നി നീ ചെയ്തത് മോശമാമേ മന്നർ നബി അസീസോട് കൂറി ഞാൻ ഒന്നിലും ചെയ്തില്ല ദോഷമാലേ. അപ്പോൾ അസീസ് രാജാവ് കോപിതനാകാതെ, ആരാണ് അടിമ സുന്ദരനല്ലേ, അടിമയോട് പറഞ്ഞു, എന്താണ് ഇപ്പോൾ ഈ സംഭവം, എന്താ ചെയ്തു ചോദിച്ചു. അപ്പോൾ ഇന്നിലെ കിയോനെ ജയിൽ വിധിക്കാഞ്ഞാൽ നിത്യം പൂവാലൻ ബാധിച്ചെന്നേ മന്നനുടൻ നബിയാരിൽ കോപിത്തിട്ടുന്നി നീ ചെയ്തത് മോശമായി പോയി എന്നൊക്കെ പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അത് ശരി തന്നെയാണ്, അടിമ എന്നുള്ള നിലക്ക് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ അസീസ് രാജാവിനോട് പറഞ്ഞെങ്കിലും യൂസുഫ് നബി പറഞ്ഞു, എൻ്റെ അടുക്കലൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അന്നവർ രണ്ടേരെ വാക്ക് കേട്ടുടനെ മന്നന്താ ഹയ്യറിലായി നിന്നേ രാജരോടുന്നിയ പോതുമച്ചാൻ ഈ ഭാഷ മുരക്കണം നാദരെ റാണി പിഴച്ചവളല്ല കീറ് മുമ്പാണെങ്കിലും കുപ്പായം വീരരെ. അവിടുന്ന് ഒരു മധ്യസ്ഥം വന്നിട്ട് എന്താ പറയണത്, നമുക്ക് ആ കുപ്പായം ഒന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ബാക്കിൽ നിന്നാണ് കുപ്പായം കയറിക്കണിച്ചങ്ങ എന്താണ് സുലൈഖ തന്നെയാണ് കാരണക്കാരി, തെറ്റുകാരി. അതല്ല മുന്നിൽ നിന്നാണ് കുപ്പായം കയറിക്കണിച്ചങ്ങ യൂസുഫ് നബിയാണ്. പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്, നാശം പിടിച്ചോളിയോനെ മോഹിത്ത് ദീദുഷ്കോ കുഴിയകം ചാടിയേ നാഥന്നി പോലെ തൊസീറെ കൂഫി ഇമ്പാദിത്തും ആപത്ത് ചോടിയേ. അങ്ങനെ അതിബാദഫർസംന്ന് വസീറോട് സുലൈഖയ നബദ്ധം ചെയ്തത് എന്നിൽ പരബോധ്യമാ വിധിയിൽ അവള വാക്കുകൾ തള്ളാനതും വിഷമമാ. മധ്യസ്ഥം നിന്ന ആൾ പറഞ്ഞു, സുലൈഖയുടെ തന്നെയാണ് കുഴപ്പം, അതാണ് ഇപ്പോൾ പരിശോധനയിൽ മനസ്സിലാവുന്നത് പറഞ്ഞു. അപ്പോൾ അസീസ് രാജാവ് പറഞ്ഞു, എന്തായാലും ഇനി ആര്യത്ത് തെറ്റായാലും യൂസുഫിൻ്റെ അടുത്ത് അസീസിൻ്റെ ഓളത്ത് തെറ്റായാലും ഇനിയിപ്പോൾ ഓളെ വാക്ക് നമുക്ക് തള്ളാൻ വയ്ക്കൂല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അടിമയാണല്ലോ എനിക്കെന്തും അടിമനെ കൊണ്ട് എന്തും പ്രവർത്തിക്കാം, ഞാൻ അടിമനെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിച്ചു പറഞ്ഞു. എന്നാൽ ഇനിയിപ്പോൾ ഓൾക്കാണ് ഇവളോട് യൂസുഫിനോട് സ്നേഹമെങ്കിലും രണ്ടാളി അകറ്റി നിർത്തുക എന്നുള്ള പരിപാടി അസീസ് രാജാവ് തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനുടൻ വസീറും നീ അടിമന ജയിൽ കേറ്റൽ അനീതിയാണതിൻ്റാജൻ ഉരത്തിയിടുന്ന് എൻ്റെ അബുദല്ലേ മനം പോലെ നടത്താം എന്ന്. അങ്ങനെ മധ്യസ്ഥൻ നിന്ന ആൾ പറഞ്ഞു, എന്തായാലും അടിമനെ ജയിലിലേക്ക് കൊണ്ടുപോകൽ അത് അനീതിയല്ലേ, നീതിയെങ്കിലും വേണ്ട രാജാവേ. ആ സമയത്ത് അസീസ് രാജാവ് പറയുകയാണ്, അവൻ എന്താണ് അബുദല്ലേ മനം പോലെ നടത്താമെന്ന്. യൂസുഫിൻ്റെ അടിമയാണല്ലോ, അപ്പം എന്തും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്ത പൽവിലാസിനി മാനദാശ അടങ്ങാതെ
കോമള നബിയാരോടാളു ദൂരത്തെ എന്നിൽ കോവിത്തേ മതം ഒന്ന് തണുപ്പീൻ മുത്തേ മടിത്താൽ ഞാൻ ജയിൽ കൊള്ള ആയക്കും മായാതീനാടർ മാരനോടിട വാങ്ങി പിടിത്തിട്ടുണ്ടേ അപ്പൽ മനിതർ മഹാലിതം നവളിൽ വിണ്ട്. അപ്പോൾ സുലൈഖ പറഞ്ഞു, നിങ്ങളപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഇവിടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആശ തണുപ്പിച്ച് തരികയാണെങ്കിൽ, എൻ്റെ ആഗ്രഹം നിറവേറ്റി തരികയാണെങ്കിൽ ഞാൻ മെല്ലെ ഇന്ന് കഴിച്ചിലാക്കാമെന്ന് ചെന്ന് സുലൈഖ മെല്ലെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അടിമ പറഞ്ഞു, സുലൈഖ പിന്നെ യൂസുഫ് പറയണം, എന്താ പറഞ്ഞത്, എൻ്റെ ഈ സെറിൽ നിന്ന് രക്ഷപ്പെടുക എൻ്റെ ജയിൽ തന്നെ വെച്ചാൽ നല്ലത് എന്ന് പറഞ്ഞു. ഇതിനേക്കാളും നല്ലത് വെച്ച് ജയിലാണ് എന്ന് യൂസുഫ് പറഞ്ഞു. അങ്ങനെ വടിവാരി വീതം പ്രാർത്ഥിച്ചൂരത്തന്ന് സുമുഖി നിൻ മനം പോലെ ജയിൽ ശിക്ഷ വിധിച്ചോ എന്നേ. എൻ്റെ തരികിടക്കോ നിൽക്കണ്ട, ജയിലിൽ വിധിച്ചോ പറഞ്ഞു. ജയിലിൽ എന്നെ കയറ്റിക്കോ, ഒരു കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ തടിയോടുൽ കൃപയാലെ താരുണി ബിണ്ടാരിമപ്പൂ സഹിക്കോൻ വാദ ശിക്ഷ വിധിക്കും എന്നേ ഭയമാൽ തരുളെ ഞാൻ ജയിൽ ശിക്ഷ വിധിപ്പിത്തിന്നേ. അപ്പോഴും സുലൈഖാൻ്റെ സ്നേഹം നോക്കണം. സുലൈഖ പറയണ, യൂസുഫേ ഞാൻ ജയിൽ ശിക്ഷ വിധിപ്പിച്ചത് എന്തിനാണെന്നറിയോ, അമ്മയുടെ കുട്ടിനെ കൊല്ലുക അല്ലെങ്കിൽ രാജാവ്. അപ്പോൾ ഒരു ഐഡിയ അവിടെ ഒപ്പിച്ചതാണ് സുലൈഖ. അല്ലെങ്കിൽ എന്താവും, കൊന്നാലോ. അപ്പോൾ ജയിലിൽ കണ്ട് കയറ്റിയാൽ പിന്നെ കൊല്ലൽ വരൂലല്ലോ. അങ്ങനെ സുലൈഖയുടെ ഈ പ്രശ്നങ്ങൾ കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരത്തിൻ്റെ പരിസരത്തുള്ള ആ ജയിലിൽ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയറ്റിയിരിക്കുകയാണ്, ജയിലിലിട്ടിരിക്കുകയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ മടപ്പം ദിനം തൊട്ട് ഇരവിൽ ബംഗളാവിൻ്റെ വരാന്തയിൽ ജയിൽ നോക്കി കരഞ്ഞും കൊണ്ട് ഇരിക്കൽ പതിവാക്കിയേനും റാവി വിരുത്തുന്നുണ്ട്. മടപ്പം ദിനം തൊട്ട് ഇരവിൽ ബംഗളാവിൻ്റെ 37 സുലൈഖ വരാന്തയിൽ ജയിൽ നോക്കി കരഞ്ഞും കൊണ്ട്, എൻ്റെ മാണിക്കക്കല്ല് ജയിലിലാണല്ലോ. അങ്ങനെ വരാന്തയിൽ 37 ഇങ്ങനെ കുത്തിരിക്കും ജയിലിൽക്കും നോക്കിയിട്ട്. പക്ഷേ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കാണൂല. അങ്ങനെ തടവീട്ടെ ദിനം രാവിൽ നബിയാരിൽ മനാമിൻ്റെ തഴബീർ പഠിപ്പിക്കാൻ ജിബീരിൽ വന്ന് വെള്ളത്തരുൾ വായിൻ്റെ അകത്തിട്ട് കൊടുത്ത് ചൊന്ന്. ജയിലിലിട്ട അന്ന് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബിരിൽ അലൈഹിസ്സലാം ഒരു വെള്ള മുത്ത് കൊണ്ടുവന്നു എന്നാണ് സ്വർഗത്തിൽ നിന്ന്. ഇനി എവിടുന്ന് ആയാലും വേണ്ടില്ല, ഒരു വെള്ള മുത്ത് കൊടുത്തു. എന്നിട്ട് അത് വായിലേക്ക് ഇട്ട് കൊടുത്തു യൂസുഫ് നബിയുടെ. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ സ്വപ്ന വ്യാഖ്യാനം പറയാനുള്ള കഴിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആര് എന്ത് സ്വപ്നം കണ്ടാലും അത് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ അള്ളാഹു ഹിക്മത്ത് അള്ളാഹു നിങ്ങളുടെ കൽബിലിട്ട് നിറച്ചിരിക്കുന്നു എന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ് പ്രത്യേക ഒരു കഴിവ് മഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആ വെള്ളമുത്ത് യൂസുഫ് നബിയുടെ വായിലിട്ട് കൊടുത്തുകൊണ്ട് പറയുകയാണ്. ഇനി നാളെ മുതലിരാവും പകലൊക്കെ താഴുവിരുകൾ ശംഭൂകമനാമിന്ന് തടസ്സമില്ല. അതിനാലിരസേരിന് വെളിവായി തഴുവിലെല്ലാം മനാമിൻ്റെ താഴുവിരുകൾ അറിയും തങ്കളിലെന്ന് പരസ്യമായി ജനങ്ങളും പാലെ ഭാഗത്തിൽ നിന്ന് വരവുകൾ തുടങ്ങിയിടൈ മഹാഘോഷത്തിൽ. അങ്ങനെ ആര് സ്വപ്നം കണ്ടാലും, ജയിലിലുള്ള ആൾക്കാരൊക്കെ സ്വപ്നം കണ്ട യൂസുഫ് നബി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ അത് പുറത്തേക്കും അതിൻ്റെ രഹസ്യം വ്യാപിക്കുകയാണ്. ഇങ്ങനെ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ഒരടിമ മിസ്റിൻ്റെ ജയിലിലുണ്ട്. ആളുകളൊക്കെ അങ്ങോട്ട് കൂട്ടത്തോടെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഗുണവർക്ക് ജയില് മൂപ്പൻ സെരീറോഡ് കസാലകൾ
കൊടുത്തേറ്റം അതപോടെ മൊളിന്തിടുന്ന് ഉമതിൽ കൊടുതായ സ്നേഹം നെനിൽ തോന്നുന്നു. ജയിലിലേക്ക് നമ്മളൊക്കെ ചെന്നാൽ അതിൻ്റെ ഉള്ളിൽ ചവിട്ടിക്കൂട്ടുകാരൻ ചെയ്യുക. യൂസുഫ് നബി എന്നപ്പോൾ ജയിൽ വാർഡർ നല്ല കസേരയൊക്കെ ഇട്ടെടുത്ത് സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈ സമയം പറഞ്ഞു, തണി ചെയ്യും നബി അന്ന് അവനിടെ അവനോട് തനിക്കെന്നിൽ സ്നേഹം ഈ വിധമിൽ മൂത്തെ സബബാൽ ശരിയായ ഭയം മുണ്ടൻ മനതകത്തെ. അപ്പോൾ ജയിലിൽ കസേരയൊക്കെ ഇട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സ്വീകരിക്കുക ജയിൽ വാർഡർ. ഇത് കേട്ടപ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. ജയിൽ വാർഡറോട് യൂസുഫ് നബി പറയണിച്ച് വല്ലാത്ത ഭയം തോന്നുകയാണ് നിങ്ങളുടെ സ്വീകരണം കാണുമ്പോൾ. അപ്പോൾ ജയിൽ വാർഡർ ചോദിച്ചു, എന്താണ് യൂസുഫേ നീ അങ്ങനെ പറയാൻ കാരണം? അതിന് വാർഡർ ഏറ്റം വ്യസനത്തോടെ ചോടി അരിമത്തേനെ എന്ത് സബബ് കൊണ്ടാ എന്നുള്ളതിനെ തങ്ങളെ വെളിവിൽ വിങ്കി എന്നെ മനം മടങ്ങിടുവാൻ. അപ്പം ഇത് കേട്ടപ്പോൾ ജയിൽ വാർഡർ ചോദിച്ചു, അല്ല യൂസുഫേ എന്താ ഇപ്പം ഇങ്ങനെ പറയണേ? ഇങ്ങനെ ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, പറയാറില്ലല്ലോ. ആ സമയം മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽ വാർഡറോട് പറയുകയാണ്,